കേരളത്തില് ഇന്ന് രാജ്യത്ത് അപകടം പറ്റിയിട്ട് നമ്മുടെ അരക്ക് കീഴ്പ്പെട്ടും കഴുത്തിന് കീഴ്പ്പെട്ടും ചലനമില്ലാതെ കിടക്കുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. കാരണം നമുക്ക് സമയമില്ല. ആ സമയത്തിൽ ഇടക്കാണ് ഈ രോഗിനെ നമ്മൾ എങ്ങനെയെങ്കിലും വലിച്ചു വാരിയിടും. എല്ലാം നമ്മൾ സാന്ത്വനത്തിൽ വന്ന ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ മക്കൾ പ്രസവത്തിന് വേദനയായിക്കാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും. സാധാരണ കാണുന്നൊരു കാഴ്ച ഒരു മരുമകളെ കൊണ്ടുവരുന്നത് അമ്മായിമ്മ ഉണ്ടാവും, ഓളമ്മ ഉണ്ടാവും, ഓൻ്റെ അമ്മ ഉണ്ടാവും, അമ്മോസാക്കി ഉണ്ടാവും, മരുവനെ ഗൾഫിലേക്കാരം. എന്നിട്ട് ഈ കുട്ടീനെ പെടുന്ന എന്തെങ്കിലുമൊക്കെ ഇതായിക്കാണ്ട് പറഞ്ഞിട്ട് പറയും, നിങ്ങളെന്താ പെടുന്ന കോഴിക്കോട് കൊണ്ടുപോയിക്കോളി പറയും. നമ്മൾ കാണാൻ പോവാണ്. നമ്മൾ ആ പേരിലുള്ള 2 അമ്മമാരും ആദ്യം ചെയ്യണ പണി എന്താ? പെരുന്നോളോളി. കാരണം എന്താണ്? ഓരോ നോളോളിയൊക്കെ കണ്ടാക്കരുതും ഈ പെണ്ണ് പറയാൻ പാടില്ല. ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലായിട്ടാണ് കോഴിക്കോട് കൊണ്ടുപോണത്. ഇന്ന് അത് പറഞ്ഞു കൊടുക്കാനുള്ള ബോധമുള്ള ആരും ഈ വാപ്പിയാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഒരുപാട് പഠിച്ചാണ്. എന്നാണ് ഞാൻ ഒരു ഉമ്മാനോട് ചോദിച്ചാൽ, അല്ലമ്മ നിങ്ങളെ മോള് പ്രസവിക്കണ്ടേ, നിങ്ങളെ നോളോളിയൊക്കെ കണ്ടാക്കരുത്, ഓള് പറയണ്ടെന്നാ തോന്നുന്നു. അപ്പോൾ പറയണം. പക്ഷെ ഈ പെറുമ്പോഴും നമുക്കൊരു വിഷയമുണ്ട്. നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും ഒക്കെ നമ്മൾ ആലോചിച്ചാൽ അറിയും, നമ്മളോരോ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ കൊള്ളും, ചില സാഹചര്യത്തിൽ വരുന്ന അനുഭവങ്ങൾ. അപ്പം ഉണ്ടാകുന്ന ഒരു ബുദ്ധിയുണ്ട്. ഇപ്പൊ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ആംബുലൻസിൽ നിന്ന് പ്രസവ വേദന നിങ്ങളുടെ ഇറക്കി ആ ഹോസ്പിറ്റലിലെ സ്ട്രെച്ചറിലൊക്കെ വെച്ചു. പെണ്ണാണ് പറ്റൂ. നമ്മളെ എല്ലാ ഹോസ്പിറ്റലിലുള്ള പ്രത്യേകത എന്താണ്? ആ ഹോസ്പിറ്റലിലൊക്കെ എമർജൻസി കേസിൽ വരുന്ന സമയത്ത് ആൾക്കാർ കൂടി ഇങ്ങനെ നിൽക്കും. ഒരാളും എന്തുണ്ടാവില്ല, അത് തിരിഞ്ഞു നോക്കാനോ തൊടാനോ ഉണ്ടാവില്ല. എന്നിട്ട് ഈ പെണ്ണിങ്ങനെ പറ്റി എല്ലാവരും നോക്കിക്കുക. ഇത് വലിയ സംഭവം നൽകിയിട്ടേ കാരണം അവിടെ സാന്ത്വനത്തിന്റെ പ്രവർത്തകരുണ്ടാകുമ്പം ഓൾക്ക് തലയിൽ വരുന്ന ബുദ്ധിയുണ്ട്. ഏതെങ്കിലും തുണി എടുത്ത് കണ്ട് ഒന്നിനും മറച്ചത് മൊത്തം മറിയും. പക്ഷെ അത് ചെയ്യൂല. അവിടെ പെണ്ണുങ്ങൾ നോളിച്ച കാരണം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ് സാന്ത്വനം. ഈ സാന്ത്വനം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്കൊക്കെ ഉപകാരമുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കൾ സുഖമില്ലാതെ കിടന്നാൽ, നമ്മളെ വാപ്പ സുഖമില്ലാതെ കിടന്നാൽ, ആ വാപ്പാനെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുള്ള ഒരു ബാധ്യതയും അതിൻ്റെ ഒരു ബോധം നമ്മളെ കൽബിൽ വരും.